ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല കമ്പനികളും പല വ്യത്യസ്തമായിട്ടുള്ള ഫോണുകളാണ് ഓരോ തവണ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 ക്യാമറയുള്ള ഫോൺ വന്നു, പല ഫീച്ചറുകളും റാമും 8 GB റാമുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള ഫോണുകളാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ വിപണിയിനകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചറുകൾ നമുക്ക് കണ്ടതാണ്, നമുക്ക് കേട്ടതാണ്. പക്ഷേ പല ആൾക്കാർക്കും ഉണ്ടാകുന്നത് ഏത് ഫോൺ വാങ്ങണമെന്ന്, ഏത് ഫോൺ വാങ്ങണ്ട എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ്. അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിവോ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ വിവോയുടെ S1 എന്നുള്ള ഒരു പുതിയ മൊബൈൽ ഫോണിനെ കുറിച്ച്, അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും അത് ഫീച്ചറുകളും അതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ കുറച്ച് ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ EMI ബജാജ് വെച്ചിട്ട് നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ഷോപ്പിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. സഫ മൊബൈൽസിൽ നിങ്ങളൊരു ഫോൺ ഓർഡർ ചെയ്താൽ അത് നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്ന സിസ്റ്റം ഇവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് ആ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷന്, അതിൻ്റെ ഫീച്ചർ കാളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വിവോയുടെ S1ൻ്റെ പാക്കിങ്. നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി പൊടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കർത്തവ്യം കടന്ന് പോകുക എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ ഏതായാലും നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിനൊരു പൗച്ച് പോലത്തെ ഒരു ഇത് കാണാം. പിന്നെ നേരത്തെ ഉണ്ടോ ഫോണ് നല്ലൊരു പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് വിവോ പിന്നെ ഇതിനകത്ത് ഇറക്കിയിട്ടുള്ളത്. അതിലൊക്കെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഈ ഫോണിനെ കുറിച്ച് ഞാൻ ഇട്ട പേരാണ് ഒരു സുന്ദരി കുട്ടി. കാരണം അതിൻ്റെ ബോഡിയും പിന്നെ എല്ലാം കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു കുട്ടപ്പനായിട്ട് തന്നെ ആ ഒരു പാക്കിംഗ് ഒക്കെ വിവോ ഇറക്കിയിട്ടുണ്ട്. ബോക്സിനകത്ത് ഒരു USB മോഡൽ ചാർജറും ഒരു ഹെഡ്സെറ്റും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഫോണിനകത്തുള്ളത് പോലെ തന്നെ മറ്റൊന്നും പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല. ഓണമായതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റും കൂടി ഈ ഒരു ഫോണിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വർക്കിംഗ് നമുക്ക് ഏതായാലും അത് ആവശ്യമില്ല. നമുക്ക് ഫോണാണ് നോക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഫോണിടാനുള്ള ഒരു പൗച്ചും പിന്നെ പിന്നെ വാറണ്ടി കാർഡൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമില്ല, അതെല്ലാം നമുക്ക് ചുമ്മാ നോക്കി അവിടെ വെക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,990 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്, 6.38 ആണ് വരുന്നത്. പിന്നെ SuperAmoled ഡിസ്പ്ലേ ആണ് വരുന്നത്. 19:5.9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 159.153, 75.23, 8.13 mm ആണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ വെയിറ്റ് വരുന്നത് 179 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കാരണം വെയിറ്റ് നമ്മൾ കയ്യിൽ പിടിച്ചാലൊന്നും അത് വലിയൊരു ഇതൊന്നും തോന്നില്ല, എന്നാൽ പോലും അതൊരു കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ കളർ വരുന്നത് ബ്ലൂ ഉണ്ട്, സ്കൈലൈനാണ് ഇതിൻ്റെ ഉള്ളത്, ഡയമണ്ട് ബ്ലാക്ക് ആണ് ഇതിൻ്റെ വരുന്നത് കളർ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലല്ലോ. ഇനി ബാക്കിലാണ് നമുക്ക് വരുന്നത്. ബാക്കിൽ 3 ക്യാമറ അവൈലബിൾ ആണ്. ഒന്ന് 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, സോണി IMXൻ്റെ 499 സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുമാണ് ബാക്കിന് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നമുക്ക് ബാക്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് ഫ്രണ്ടിനകത്ത് വരുന്നത്. ഫ്രണ്ടാണ് കുറച്ചുകൂടിയൊക്കെ ഒരു മുന്നേറ്റമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്രണ്ട് ക്യാമറ. അതിലൊരു മുന്നേറ്റം തന്നെയാണ്. എന്നാലും പിന്നെ
അപ്പോൾ ഫോണ് കാണാനും എല്ലാം കൊണ്ടും നമുക്ക് ഒരു മുന്നേറ്റം തന്നെ വിവോ ഈ ഒരു ഫോണിനകത്ത് ഇറക്കി തന്നെ പറയാവുന്നതാണ്. ഇതന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, നല്ല ക്ലിയറോട് കൂടി. ഇനി അടുത്തായിട്ട് 4GB റാം ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. ഇന്റേണൽ 128GB ആണ് വരുന്നത്. 256GB വരെ നമുക്ക് മെമ്മറി SD കാർഡ് ഇട്ട് കൂട്ടാവുന്നതാണ്. ഓക്കെ, ദെൻ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് വീഡിയോക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഫോട്ടോ ഫ്രെയിമുകൾക്കൊക്കെ ഒരു മുന്നേറ്റമായി തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ഫോട്ടോക്കകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എയർ സ്റ്റിക്കർ, ആൾ സെൽഫി, ലൈറ്റിങ്, ലൈവ് ഫോട്ടോ, പ്രൊഫഷണൽ മോഡ്, ആൾ ഫോട്ടോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ക്യാമറ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ബൈ.